ശ്രീജ, ബംഗ്ലാദേശിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? യൂനിസ് അധികാരത്തിലേറിയ ശേഷം അവിടെ ഹിന്ദുക്കൾ നിരന്തരമായിട്ട് വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പോരാത്തതിന് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന ഉണ്ടായിരുന്നപ്പോൾ പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ അവിടെയുള്ള മതമൗലികവാദികൾ ഇസ്കോണിന് നേരെ വളരെ വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇസ്കോൺ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് ആണല്ലോ. അപ്പോൾ ഇസ്കോൺ അവിടെ വലിയ ആക്രമണങ്ങൾക്ക് വിധേയമാകുന്നു. ബംഗ്ലാദേശിൽ പിന്നെ യൂനിസ് വന്ന ശേഷം ഹിന്ദുക്കൾ മുഴുവനും ആക്രമണത്തിനിരയായി. അവർ ഫ്ലഡ് വന്നപ്പോൾ പോലും മതം മാറിയില്ലെങ്കിൽ ഫ്ലഡ് റിലീഫ്, അതായത് പുനരധിവാസം, ദുരിതാശ്വാസ സഹായം ഇതൊന്നും തരില്ല എന്നവർ പറയുകയാണ്. ഇപ്പോഴിതാ ഇസ്കോണിൻ്റെ ആത്മീയ ആചാര്യനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ബംഗ്ലാദേശിൽ അലയടിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു കാര്യങ്ങൾ? പണ്ട് പാകിസ്ഥാന് വർഷങ്ങൾക്ക് മുൻപ് എന്താണ് സംഭവിച്ചത് അതിന് സമാനമായി തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഭരണമാറ്റം അതിൻ്റെ ചെറിയ കാരണം മാത്രമേ ഉള്ളൂ. വർഷങ്ങളായി തന്നെ നിരന്തരം അവിടെ ക്ഷേത്രങ്ങൾ, അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നിരന്തരം ആക്രമണങ്ങൾ തുടരുകയാണ്. അത് പിന്നീട് ഇന്ത്യക്കും തലവേദനയായി മാറിയിട്ടുണ്ടായിരുന്നു. അവിടെ ഈ ന്യൂനപക്ഷങ്ങളെ നിരന്തരം ആക്രമിക്കുന്നത് കൊണ്ട് അവർ ബംഗാളിൽ അഭയം തേടുന്നു. പ്രത്യേകിച്ച് ത്രിപുര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അഭയം തേടുന്നത് അവിടുത്തെ പ്രാദേശിക ജനങ്ങൾ ഇതിനെ എതിർക്കുകയും വീണ്ടും അവിടെ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായി ആയിരുന്നു വർഷങ്ങളായി ചർച്ച ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ പൗരത്വ ഭേദഗതി ബില്ല് ഉൾപ്പെടെ കൊണ്ടുവരുന്നത് ഇന്ത്യ. അതും ഒരു ഇത്തരത്തിൽ പാകിസ്ഥാനിലായാലും ബംഗ്ലാദേശിലായാലും മ്യാൻമാറിലായാലും ഈ സംസ്ഥാനങ്ങളിലെല്ലാം നിരന്തരം ഈ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ടാണ് ഈ ന്യൂനപക്ഷത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയത്. അതിനെതിരെ ഇവിടെ എന്തായാലും വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ വിമർശിക്കുന്നവർ ഇപ്പോഴെങ്കിലും എന്താണ് അവസ്ഥ എന്ന് ബംഗ്ലാദേശിൽ ഉണ്ടാകുന്നതെന്ന് തിരിച്ചറിയണം. ഇപ്പോൾ ഈ ഷെയ്ഖ് ഹസീനയുടെ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കൂടുതൽ, അല്ലാതെ തന്നെ അവിടെ ഈ സംഘർഷങ്ങൾ പതിവാണ്, ഇപ്പോൾ കൂടുതലായി മാറിയിരിക്കുന്നത്. ആ ഷെയ്ഖ് ഹസീനയുടെ സംഘർഷം ആദ്യം സംവരണ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. വിദ്യാർത്ഥികൾ ആ പ്രക്ഷോഭവുമായി രംഗത്ത് വരികയും പിന്നീട് അത് ഷെയ്ഖ് ഹസീന അധികാരത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ കാലത്ത് എന്തായാലും സർക്കാരിനെതിരെയായിരുന്നു ഇതിൻ്റെ തുടക്കം. സർക്കാരിനെതിരെയായിരുന്ന തുടക്കം അവസാന ഘട്ടത്തിലാണ് ഹിന്ദുക്കൾക്കെതിരായും അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരായി നിരന്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അവിടെ അവരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് അവരെ ആക്രമിക്കുന്നു, കൊലപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ആരാധനാലയങ്ങൾ ആക്രമിക്കുന്നു. അങ്ങനെ വിവിധ ആക്രമണങ്ങളായിരുന്നു തുടർച്ചയായി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. പിന്നീട് ഇന്ത്യ തന്നെ നേരിട്ട് ഇടപെടേണ്ട ഒരവസ്ഥ ഉണ്ടാക്കുന്നു. ജയശങ്കർ ഉൾപ്പെടെയുള്ളവർ പ്രസ്താവനയുമായി രംഗത്ത് വരുന്നു. ഈ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന പ്രതികളെ, ക്രിമിനലുകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുകയാണ്. പക്ഷേ അതൊന്നും ബലവത്തായിട്ടില്ലെന്നാണ് തോന്നുന്നത് യൂനിസ് സർക്കാർ വന്നതിന് ശേഷം. അദ്ദേഹം പക്ഷേ പിന്നീടെന്തോ ഈ വലിയ പ്രതിഷേധം, ആഗോളതലത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടായ പശ്ചാത്തലത്തിൽ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. ഈ തൻ്റെ ഭരണത്തിന് കീഴിൽ ആരും ഇത്തരമൊരു എന്തു പ്രശ്നങ്ങളും ഉണ്ടാകില്ലെന്നും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനുള്ള കടമ തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന രീതിയിലെല്ലാം വലിയ രീതിയിൽ അദ്ദേഹം പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. പ്രസ്താവനകൾ മാത്രമേ നടക്കുന്നുള്ളൂ. പക്ഷേ അയാൾ കാണിക്കുന്നത് മുഴുവൻ ഹിന്ദുക്കൾക്കും അവിടെയുള്ള ക്രിസ്ത്യാനികൾക്കും എതിരെ നരനായാട്ടാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് തുടരുകയാണ്. ഇപ്പോൾ ചിന്മയ കൃഷ്ണദാസ് എന്ന ഇസ്കോണിൻ്റെ ഒരു ആത്മീയ ആചാര്യനെയാണ് അവിടെ പിടികൂടിയിരിക്കുന്നത്. കാരണം ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ആ പ്രക്ഷോഭങ്ങൾ തുടക്കത്തിൽ തന്നെ ചിന്മയ ക്ഷേത്രങ്ങൾ ഈ ആക്രമിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിലും ലോകത്തെമ്പാടും പെട്ടെന്ന് വേഗത്തിൽ വളരുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ ചിന്മയ ഇസ്കോൺ. അപ്പോൾ ഈ ഇസ്കോണിനെ ആക്രമിക്കുക എന്നതാണ് ഇത്. കാരണം ഇത് ഗൂഢാലോചനയാണോ എന്ന് സംശയമാണ്. കാരണം അവരുടെ ബംഗ്ലാദേശിലെ മറ്റു മതങ്ങൾക്ക് ഒരു ഭീഷണിയാണെന്ന്. പക്ഷെ അവർ വായിൽ കോലിട്ട് കടിക്കാത്ത ആൾക്കാരാണ്. വായിൽ കോലിട്ട് കുത്തിക്കഴിഞ്ഞാൽ അവർ തിരിച്ച് പ്രതികരിക്കില്ല. അവരുടെ ആശയങ്ങൾ കണ്ട് ആകൃഷ്ടരായിട്ട് വരുന്നതാണ്. അല്ലാതെ അവർ ആരോടും അങ്ങോട്ട് പോയിട്ട് ഞങ്ങളുടെ മതത്തിലേക്ക് ചേരണമെന്ന് കഴുത്തിൽ കത്തി വെച്ചൊന്നും ഭീഷണിപ്പെടുത്തുന്നില്ല. അതിൽ അന്ന് ഇസ്കോണിനെതിരെ ആക്രമണം ഉണ്ടാകുന്നു, അവർ രംഗത്തിറങ്ങുന്നു. പൊതുനിരത്തിൽ അന്ന് ഇസ്കോണിൻ്റെ നേതൃത്വത്തിലാണ് വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നത്. അവർ പ്രതിഷേധമെന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെയും ചില പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട പ്രതിഷേധമല്ല, സമാധാനപരമായി ഈ മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് അന്ന് അവിടെ ഉണ്ടായത്. ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. ഈ നാം പൗരത്വ പ്രതിഷേധങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഡൽഹിയിലെല്ലാം, വാഹനങ്ങൾ നിന്ന് കത്തുന്നതും ഈ കല്ലെറിയുന്നതും വലിയ പ്രതിഷേധങ്ങളായിരിക്കും എന്തായാലും ചില വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും ഈ ഇസ്കോണിൻ്റെ ഭാഗത്തു നിന്ന് അന്ന് സമാധാനപരമായ ഒരു പ്രതിഷേധമാണ് ഉണ്ടായത്. ആ പ്രതിഷേധം
തുടർന്നായിരിക്കും ചിലപ്പോൾ ഇത്തരമൊരു പ്രതികാര നടപടിയുമായി രംഗത്ത് വന്നത്. എന്തായാലും ചിന്മയ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്തത് ഒക്ടോബർ 25-ന് ഒരു ഹിന്ദു സമ്മേളനം ഈ ബംഗ്ലാദേശിൽ നടന്നിരുന്നു. അതിനെ തുടർന്ന് ഈ ബംഗ്ലാദേശിൻ്റെ ദേശീയ പതാകയോട് അനാദരവ് കാട്ടിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ ചിന്മയ ദാസിനെ അതോടൊപ്പം തന്നെ 18 പേർക്കുമെതിരെ കേസെടുത്തത്. ഈ കേസെടുത്തതിന് പിന്നാലെ ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഹാജരാക്കിയപ്പോൾ ഇദ്ദേഹത്തെ പ്രതിയായി കണ്ട് റിമാൻഡ് ചെയ്തിരുന്നു. റിമാൻഡ് ചെയ്തതിന് പിന്നാലെയാണ് ഈ അദ്ദേഹത്തിൻ്റെ പിന്നീട് ചെറിയ രീതിയിൽ ഈ അറസ്റ്റ് ചെയ്ത ഇദ്ദേഹത്തെ കോടതിയിൽ ജയിലിലേക്ക് അടയ്ക്കാൻ പോകുമ്പോൾ ഇത് തടയുന്നൊരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ്റെ നേതൃത്വത്തിലാണ് ഇത് തടയുന്നത്. പിന്നീട് ഈ പോലീസുമായി അദ്ദേഹത്തെ ഈ അഭിഭാഷകനെ മർദ്ദിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അതിനെതിരെ ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാവുകയാണ്. പക്ഷേ ഇന്ത്യ ഇത് കൃത്യമായി തന്നെ വിലയിരുത്തുകയുണ്ട്, അതിനെ നിരീക്ഷിച്ചു വരികയാണ്. കാരണം തുടർച്ചയായി തന്നെ പാകിസ്ഥാനിൽ വർഷങ്ങൾക്ക് മുൻപ് എന്താണോ നടന്നത്, അതിന് ഞാൻ മുൻപ് സൂചിപ്പിച്ചത് അതിന് സമാനമായ രീതിയിലാണ്. പാകിസ്ഥാൻ്റെ വിഭജന സമയത്ത് ഇതിലെ 10-17% ന്യൂനപക്ഷങ്ങൾ ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് ഇപ്പോൾ പാകിസ്ഥാൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോൾ വെറും 2-3% മാത്രമായി ചുരുങ്ങിയിട്ടുണ്ട്. അതേ അവസ്ഥയാണ് ക്രിസ്ത്യൻ വിഭാഗത്തിനും ഉണ്ടായിരിക്കുന്നത്. അതിന് സമാനമായി തന്നെ ബംഗ്ലാദേശിലും അരങ്ങേറുകയാണ്. ബംഗ്ലാദേശിലും 10-20% എന്തോ ഉണ്ടായിരുന്നു, ഇപ്പോൾ വെറും 10% താഴെയായി മാറിയിട്ടുണ്ട്. കാരണം അവർ അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറുകയാണ്. കുടിയേറാൻ കാരണം അവർക്ക് അവിടെ ജീവിക്കണമല്ലോ. ആ രീതിയിൽ പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഈ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ട്. അവിടെ എത്തുമ്പോൾ ആക്രമിക്കുന്നു, നിരന്തരം ഈ ആരാധനാലയങ്ങൾ ആക്രമിക്കുന്നു. പ്രധാനമായി അവർ ലക്ഷ്യമിടുന്നത് ഈ ആരാധനാലയങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇത് ആക്രമിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണല്ലോ. ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നു ഈ സമരവുമായി മുന്നോട്ട് വന്നത്. അതിനുശേഷം ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യമിടുന്നതും ഈ വിഭാഗത്തെയാണ്. അന്ന് ആ സമരവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു സൗമിസ് സർക്കാരിൻ്റെ വീട് ആക്രമിക്കുന്ന, കാരണം അദ്ദേഹമായിരുന്നു ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീമിലെ ഏക ന്യൂനപക്ഷ അംഗം. അദ്ദേഹത്തിൻ്റെ വീട് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നിരന്തരം ആക്രമണങ്ങൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ ഷെയ്ഖ് ഹസീനയുടെ മന്ത്രിസഭയിലെ ന്യൂനപക്ഷങ്ങളുടെ അംഗങ്ങളുടെ വീടുകൾ ആക്രമിക്കുന്നു. ഷെയ്ഖ് ഹസീനെ അടിവസ്ത്രം വരെ അടിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്തായാലും ഷെയ്ഖ് ഹസീന തിരികെ വരുമോ എന്നും ഇപ്പോൾ ചർച്ചകൾ വരുന്നുണ്ടല്ലോ. ട്രംപ് തിരിച്ചു വന്നതിന് പിന്നാലെ വീണ്ടും ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്ന് ചർച്ച വരികയാണ്. ചിലപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് എന്തായാലും ന്യൂനപക്ഷങ്ങളോട് അത്ര വൈരാഗ്യമില്ല. അവർ കൃത്യമായി തന്നെ നടപടിയെടുത്ത് വന്നിരുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു. പക്ഷേ ഏത് പ്രധാനമന്ത്രി വന്നാലും ഒരു പരിധി ഉണ്ടല്ലോ. ബംഗ്ലാദേശിൽ തുടർച്ചയായി തന്നെ ഈ ആക്രമണങ്ങൾ തുടരുകയാണ്. കാരണം എന്താണ് ഈ ഇസ്ലാമിക വിഭാഗത്തിൻ്റെ മറ്റൊരു കാര്യമാണ്, അവർ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളോ രാജ്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ മതേതരത്വം അനുവദിക്കില്ല. പക്ഷേ അവർ ന്യൂനപക്ഷങ്ങളുള്ളിടത്ത് ഇരവാദം ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലം. ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ആ രീതിയാണ് തങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ബംഗ്ലാദേശിൽ. അതുകൂടാതെ അവരും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അതും ഈ നമ്മുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ബംഗാളായാലും ത്രിപുര ഉൾപ്പെടെ വലിയ ജാർഖണ്ഡിൽ കയറിയിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് ആസാമിലെന്ന എടുത്തു പറയേണ്ട ഒരു സ്ഥലമാണ്. അവിടെയെല്ലാം വലിയ രീതിയിൽ ഇവരുടെ കടന്നുകയറ്റം നമ്മുടെ ജനസംഖ്യയ്ക്ക് ഒരു ക്രമമായ രീതി ഉണ്ടല്ലോ, അത് തന്നെ പ്രാദേശികമായ പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. ബംഗാളിൽ പിന്നെ പറയണ്ടല്ലോ, മമതാ ബാനർജി വരുന്നവർക്കെല്ലാം ആധാർ കാർഡും കൊടുത്ത് തങ്ങൾക്ക് അനുകൂലമായ ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കാനുള്ള ശ്രമം തുടരുകയാണ്. അതിനാൽ തന്നെയാണ് ഇപ്പോൾ വലിയ വിജയങ്ങൾ അവർക്കുണ്ടാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും അവർ തുടരുകയാണ്. പക്ഷേ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ നിരന്തരം ആക്രമിക്കപ്പെടുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.